ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ്. 3 തരത്തിലുള്ള ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒന്ന് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, രണ്ടാമത്തത് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, മൂന്നാമത്തത് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്ന മറ്റൊരു പേരാണ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളത് നോക്കാം. ദ റെസ്പോൺസീവ്നെസ് ഓഫ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. അപ്പോൾ പ്രൈസിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ചിനെയാണ് എന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇ പി ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ ഈ ഇതിൽ നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഇ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് വെച്ച് നമുക്ക് കണക്കുകളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ ഇത് വരുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. ഇനി ഇതിനെ തന്നെ വേറൊരു ഇക്വേഷൻ കൂടി വരുന്നുണ്ട്. ഇ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന വ്യത്യാസം, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ വിലയിൽ വരുന്ന വ്യത്യാസം. പി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ്, ക്യൂ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് അതിനും നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ്. പ്രൈസിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന ചേഞ്ചാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ കണ്ടതെങ്കിൽ, ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ കൺസ്യൂമറിന്റെ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റിയിൽ വരുന്ന ചേഞ്ചിനെയാണ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് റെഫേഴ്സ് ടു ദി quantity changes in quantity demand of a commodity to change in its income of the consumer. കൺസ്യൂമറിന്റെ ഇൻകത്തിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന വ്യത്യാസത്തെയാണെന്ന് പറയുക ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിന് നമുക്കൊരു ഇക്വേഷൻ വരുന്നത് ഇ വൈ ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അപ്പോൾ ഈ വൈ എന്ന് പറയുന്നത് വൈ ഇൻകത്തിനെയാണ് കാണിക്കുന്നത്. അതുപോലെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ ഇ പി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇലാസ്റ്റിറ്റി, ഇ വൈ എന്ന് പറഞ്ഞാൽ ഇൻകം ഇലാസ്റ്റിറ്റി. നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ക്രോസ് ഇലാസ്റ്റിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ക്രോസ് ഇലാസ്റ്റിറ്റി എന്ന് നോക്കാം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് റിലേറ്റഡ് പ്രൈസ് ഓഫ് ദി ഗുഡ്സ്. അപ്പോൾ റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന വ്യത്യാസത്തെയാണെന്ന് പറയുക ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ എന്താണെന്ന് പറയാം. ഇ സി എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് കമ്മോഡിറ്റി സേ എക്സ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കമ്മോഡിറ്റി ഓഫ് സേ വൈ, അതായത് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി വൈ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. ഇ സി ഈസ് ഈക്വൽ ടു, ഇ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കമ്മോഡിറ്റി ഓഫ് എക്സ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി വൈ. അപ്പോൾ നമുക്ക് എന്താണ് ക്രോസ് ഇലാസ്റ്റിറ്റി വഴിയായിട്ട് ഇലാസ്റ്റികത ഇപ്രകാരം കണക്കാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ 3 ഇലാസ്റ്റികതയും നമുക്ക് കുറച്ചുകൂടി വിശദീകരിച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.